കുറേ നാളിന് ശേഷം നമുക്കൊരു ലാഗ് വീഡിയോയിലോട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വൂൾവർത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇൻട്രോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇൻട്രോ മീൻസ് ഞാൻ എൻ്റെ ഫ്രണ്ട് പോർഷൻ കയറുന്നത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അത്യാവശ്യം തുണികളൊക്കെ ഉണ്ട്. എല്ലാം നമുക്കൊരു സ്റ്റുഡൻസിന് വേണ്ട ഒരു ഡെക്കോർ ഐറ്റംസ് അങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ ഒരു ചീപ്പ് പ്രൈസിൽ കിട്ടും. അപ്പം നമുക്ക് ബർത്ത്ഡേ എന്തെങ്കിലും ഈവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂം ഡെക്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഐറ്റംസ് മൊത്തം ഉണ്ട്. ഇപ്രാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും കളക്ഷൻസ് കാണുന്നു. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ തന്നെ റൂമിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ. ഒരുപാട് എക്സ്പെൻസ് അല്ലായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. നാട്ടിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ റൂമിൽ സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വെക്കാം, അല്ലാണ്ടേ വെക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ, മുസ്ലിംസ് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അറബിക് സ്റ്റൈലായിട്ടുള്ള ഭയങ്കര എനിക്കിതൊക്കെ കാണുമ്പോൾ ഓസ്തിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഇതുപോലെ തോന്നി. ഭയങ്കര ക്യൂട്ട് രാജി കബ റോയൽ ടൈപ്പ് അല്ലേ, എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നി. രാജി കബായിട്ടുള്ള സംഭവങ്ങളാണ് ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ചീപ്പസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ക്വാളിറ്റി വൈസ് ഇസ് ഗുഡ്. കാരണം സംടൈം ഡ്രസ്സസിനെ കുറിച്ച് ഞാൻ പറയത്തില്ല. സംടൈംസ് വി ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഡ്രസ്സസ്. പിന്നെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഈ പ്രാവശ്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വൂൾവർത്തിൽ ഇത്രയും കളക്ഷൻസ് കാണണം. ഞാൻ ഇവിടെ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും അത്യാവശ്യം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ പോകുന്ന മുമ്പ് എന്തായാലും ഇവിടേക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിച്ചില്ല. കാരണം നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയം വരുമ്പം ഇതൊക്കെ കൊണ്ടുപോകാനും കളയാനൊക്കെ ഭയങ്കര വിഷമം വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ. പക്ഷേ ഡെക്കോർ ഐറ്റംസ് ഞാൻ മേടിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നോക്കുമായിരുന്നു. കാരണം ചിലത് നമുക്ക് പ്ലാൻ കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഇത് വേണം എന്ന് തോന്നി നമ്മൾ എടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു. നോക്കുമ്പോൾ എല്ലാം എനിക്ക് വേണം. ഇത് ബെഡ്ഷീറ്റ് ഞാൻ ഇവിടെ നിന്ന് ഒരു ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇട്ട് നോക്കിയിട്ടില്ല. തൊട്ട് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെ തോന്നി. ബെഡ്ഷീറ്റിലും ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും കുറേ കളക്ഷൻസ് ഇവിടെ കാണുന്നത്. ഇതിനു മുമ്പ് ഒത്തിരി തവണ വന്നിട്ടുണ്ട്. അവിടെ പില്ലോസ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ട് ഇത്രയും കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് സീസൺ തീർന്ന സമയത്തായിരിക്കാൻ വന്നത്. ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻ. അതെനിക്ക് അറിയത്തില്ല എന്താണ് ഈ പ്രാവശ്യം. ഇത് പുതുവർഷം ആയതുകൊണ്ടാണ് ഇത്ര കളക്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരുപാടൊന്നും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം പിന്നെ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ കാണുന്ന ബോട്ടിൽസ് ഉണ്ടോ, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ഫേവറേറ്റ് വൺ ഏതാണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ 10 euro അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഇതുപോലത്തെ ഇതും കുഴപ്പമില്ല. ഇത് ഇത്തിരി എക്സ്പെൻസ് ആണ്, പക്ഷെ അതിന് വർത്താണ്. മറ്റേത് ഞാൻ ആദ്യം കാണിച്ചൊക്കെ നല്ല ക്വാളിറ്റി. ഇതും ക്വാളിറ്റി ഉണ്ട്, ചീപ്പാണ്. ഇത് വലിയ ചീപ്പാണോ എന്ന് വെച്ചാൽ മറ്റ് കടകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ചീപ്പാണ്. പിന്നെ ക്വാളിറ്റി വൈസ് ഓക്കെ. നാട്ടിൽ പോകുമ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് കൂടെ നടത്തണം. ഇനിയൊരു ഷോപ്പിംഗ് കൂടെ നടത്താനുണ്ട്. പിന്നെ ബാക്കിയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു. അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞാൻ വീട് വരെ എത്തി. അതായത് ഞാൻ വീഡിയോ ബാക്കി എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഒരു ഷോപ്പിംഗ് ഇവിടെ മസ്റ്റാണ്. പിന്നെ മാർച്ചിലും ഒരു ഷോപ്പിംഗ് ഉണ്ട്. കുറച്ച് റൂമിൽ 1-2 ചില്ലറ ഒരു ക്യൂട്ട് ഐറ്റംസൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. നോക്കട്ടെ. ബൈ.